ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ഏറ്റവും അധികം മാറ്റങ്ങൾക്ക് കാരണമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു റോക്കി സിജോയെ ആക്രമിച്ച ആ ഒരു കേസും അതോടൊപ്പം തന്നെ ഈ പറയുന്ന റോക്കിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നീക്കം ചെയ്തതും സിജോ ഒരു ഓപ്പറേഷന് വിധേയനായതും എല്ലാം നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് റോക്കി കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാവരും റോക്കിയുടെ ഭാഗത്ത് ഒരുപാട് ന്യായവും സിജോന്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടുള്ള തെറ്റും ഉള്ളതെന്നുള്ള രീതിയിലാണ് റോക്കി എല്ലാ ഇന്റർവ്യൂവിലും ചെന്ന് പറയുന്നതും. അതുപോലെ തന്നെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും റോക്കി ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും റോക്കിയെയും സിജോയെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ ഒരു സമയത്തും ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്തൊക്കെയാണെങ്കിലും സിജോ ഇനി ഇതിനെ വിട്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. റോക്കി ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇതിന്റെ സത്യാവസ്ഥ പറയാനുണ്ടെന്ന് പറഞ്ഞ് സിജോ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. റോക്കിയുടെ സോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഒളിപ്പില്ലായ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം. എന്റെ മോനെ, നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു 16ാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കൺഫറൻസ് റൂമിൽ കിടന്ന് കരഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്ര രൂപയാടാ? കാരണം നീ തന്നെയാണല്ലോ ആ മാലയ്ക്ക് കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. എനിവേ സംഭവമൊക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നിനക്ക് കൃത്യമായിട്ട് അറിയാം എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് 10-28 ദിവസം റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഒത്തിരി ആളുകൾ റോക്കിയെ കാണാനായിട്ട് എയർപോർട്ടിൽ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എയർപോർട്ടിൽ വന്നിരുന്ന എല്ലാവരും റോക്കിക്ക് കിരീടം, അതുപോലെ തന്നെ മാല, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അണിയിച്ചൊക്കെയാണ് റോക്കിയെ എയർപോർട്ടിന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ ഒരു സമയത്ത് റോക്കി തന്നെയാണ് ഈ ഒരു ആളുകൾ എല്ലാവരെയും തനിക്കൊരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അവിടെ കാശ് കൊടുത്ത് കൊണ്ടുവന്നത് എന്നാണ് ഇപ്പൊ സിജോ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്തും റോക്കിക്ക് അറിയാമായിരുന്നു സിജോനൊരു ഓപ്പറേഷന് വിധേയനായിട്ടുണ്ട്, സിജോനൊരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് റോക്കിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്നൊരു കാര്യമാണ് ഇപ്പൊ സിജോ പറയുന്നത്. ഞാൻ മാറി നിൽക്കുന്നു, ഹൗസിലേക്ക് തിരികെ എത്തുന്നു. അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട. എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം. എന്റെ മോനെ, നീ അത് ചെയ്തോ? എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും, അല്ലെങ്കിൽ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആരുടെയൊക്കെ കോണ്ടാക്ട് ആണ് കൊടുത്തിരിക്കുന്നത്, ആ ഫ്രണ്ട്സിനെ കുറിച്ചും ഈ കുണുവാവക്ക് നന്നായിട്ട് അറിയാം. അവരെയും കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ 100 ദിവസം കഴിഞ്ഞ് ഞാൻ ഹൗസിൽ നിന്ന് ഒരു 92ാം ദിവസം പുറത്തിറങ്ങുന്നു, ഫിനാലെ എല്ലാം കഴിയുന്നു, നിന്നവിടേക്ക് വിളിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താനെന്ന രീതിയിൽ ഈ പൊറോട്ട് നാടകം, ഉളുപ്പില്ലാത്ത ഈ സോറി പറച്ചില് നീ നടത്തുമ്പോഴത്തേക്കും അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ നിന്നെപ്പോലെ മണ്ടനായി പോയില്ലടാ. അതുകൊണ്ട് എനിക്ക് എന്തായാലും കുണുവാവേടാ സോറി. ഇപ്പൊ സിജോ പറയുന്ന ഒരു കാര്യം, സിജോനെ എന്തൊക്കെയാണെങ്കിലും കോണ്ടാക്ട് ചെയ്യാനായിട്ട് റോക്കിക്ക് ആ ഒരു സമയത്ത് സാധിക്കില്ല. സിജോന്റെ വീട്ടുകാരെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ട് റോക്കി ചെയ്തൊരു തെറ്റിന് ഒരു ക്ഷമ പറയണ്ട, എന്തൊക്കെയാണെങ്കിലും സിജോന്റെ അവസ്ഥയെ പറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് തന്റെ വീട്ടുകാർക്ക് ഒരു സമാധാനം കിട്ടാൻ വേണ്ടി അങ്ങനെയെങ്കിലും ഒരു വാക്ക് റോക്കിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സങ്കടം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സിജോ പറയുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സിജോ പുറത്തായ സമയത്ത്, അല്ലെങ്കിൽ ഫിനാലയിലേക്ക് ഈ പറയുന്ന റോക്കിയെ ക്ഷണിച്ചില്ല. ബിഗ് ബോസിൽ നിന്ന് സിബിനെയും ഈ പറയുന്ന റോക്കിയെയും ഫിനാലെ എപ്പിസോഡിന് വേണ്ടി ബിഗ് ബോസിൽ നിന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം സാധിക്കില്ല. ബിഗ് ബോസിന്റെ ഒരു ഹിസ്റ്ററി തന്നെ ഏറ്റവും വലിയ ഒരു ഫിസിക്കൽ അസോൾട്ടാണ് അന്ന് സിജോന് സംഭവിച്ചത് നമ്മുടെ റോക്കിയുടെ ഭാഗത്ത് നിന്ന്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യം പ്രമാണമാക്കിക്കൊണ്ട് ഒരിക്കലും ബിഗ് ബോസിന്റെ ഫിനാലയിലേക്ക് റോക്കിയെ ക്ഷണിക്കാനായിട്ട് സാധിക്കില്ല. ആ ഒരു സമയത്ത് റോക്കി സ്വന്തം താൻ ചെയ്തത് വളരെ നല്ലൊരു കാര്യവും സിജോ ആണ് തന്നെ പ്രൊവോക്ക് ചെയ്തത് എന്നുള്ള രീതിയിൽ കാര്യം ശരിയാണ്, സിജോ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും സിജോന്റെ ഭാഗത്താണ് പൂർണ്ണമായിട്ടുള്ള തെറ്റ് എന്ന് പൂർണ്ണമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ റോക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇപ്പൊ നമ്മുടെ സിജോ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ബാക്കിയാണ് അത് വേണ്ട. നീ ഏതൊരു മാൻഷനൊക്കെ പണിതിട്ടുണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. ആ മാൻഷൻ അതിന്റെ ചുറ്റും ഗ്ലാസ് ഉള്ള മറ്റേ നീ കൈ നീട്ടുമ്പോഴത്തേക്കും ടർക്കിയും അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു മാൻഷൻ ഇല്ലേ, ആ മാൻഷന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്തങ്ങ് പൂത്തി വെച്ചേക്ക്. പിന്നെ നിന്റെ ഈ കലാപരിപാടി ഒന്നും നിർത്തല്ലേ കേട്ടോ. കിണ്ണ സാധനമാണ്. എനിക്ക്
ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഈ വീഡിയോസ് എടുത്ത് ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞ എന്റെ കുണുവാവേ, നീ നമ്മുടെ ബിഗ് ബോസിൽ വരേണ്ട ആളൊന്നും അല്ലായിരുന്നു. നീ ശരിക്കും വരേണ്ടത് ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാഴ്സിലായിരുന്നു. കാരണം സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും നോക്കത് ഭയങ്കര മാസമായിരിക്കും, പക്ഷെ കാണുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എനിക്കും നല്ല ചിരി വരുന്നുണ്ട്. ഇത്രയും മാസാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഈ വിവരക്കേട് കാണിച്ചു വിട്ടാനായിട്ട് ഇന്ന് കേരളത്തിൽ വേറൊരു ആളേ ഇല്ല. എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും ബൊക്കെയൊക്കെ വാങ്ങിച്ചിടുന്നു. ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു. അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് 5-6 പേരെ ബൗൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു. 10 ലക്ഷം രൂപയ്ക്ക് കുപ്പി വിൽക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു. ഇന്റർവ്യൂവില് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പിടിച്ചിരുത്തുന്നു. പിന്നെ ഈ പറയപ്പെടുന്ന കുണുവാവയുടെ കൂടെ വരുന്ന ആൾക്കാരായതുകൊണ്ട് എനിക്ക് അതിശയൊന്നുമില്ല. ഈ പുട്ടുകുറ്റിക്കകത്ത് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരെ ആയിരിക്കും കൊണ്ടിരുത്തുന്നത്. സ്വാഭാവികമായിട്ട് അവരും ഇതിനേക്കാൾ ഗംഭീരമായിട്ട് വിവരക്കേടങ്ങ് എന്തൊക്കെയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സിജോ പറയുന്നുണ്ട്. ഈ പറയുന്ന എയർപോർട്ട് എൻട്രി സമയത്ത് കുറച്ചുപേരെ കൊണ്ടുപോയി തനിക്ക് മാല ഇടണം, മറ്റേ കിരീടം വെക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം പേരെ എയർപോർട്ടിൽ വരാനായിട്ട് പറഞ്ഞതും കാശ് കൊടുത്ത് കൊണ്ടുവന്നതും, അതുപോലെ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് റോക്കിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലുള്ള ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നതും, പിന്നീട് അതിനുശേഷം ഈ ഒരു ഫിനാലെ വീക്കിന്റെ ഭാഗമായിട്ട് റോക്കി ഒരു വീഡിയോയിൽ നമ്മുടെ സിജോനോട് ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണം ആർക്ക് വേണ്ട എന്നുള്ള രീതിയിൽ റോക്കി എന്തോ പിച്ച കൊടുക്കുന്നത് പോലെ ഒരു മാപ്പ് നമ്മുടെ സിജോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാപ്പ് നമ്മുടെ റോക്കി മാൻഷനിൽ, റോക്കിക്ക് ഒരു മാൻഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ സോപ്പും നമ്മുടെ ടവലൊക്കെ വരുന്ന ആ ഒരു മാൻഷനിൽ കൊണ്ടുപോയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചോ എന്നാണ് നമ്മുടെ സിജോ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ കുറെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. റോക്കി ബിഗ് ബോസിൽ വരേണ്ട ആളല്ല, കോമഡി സ്റ്റാറിൽ പോകേണ്ട ആളാണ്. എന്തൊക്കെയാണെങ്കിലും പല കാര്യങ്ങളും റോക്കി പറയുന്ന സമയത്ത് നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം റോക്കിയുടെ ഒരു സ്വഭാവമായിരിക്കാം, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമായിരിക്കാം, അതിന് നമ്മൾ കുറ്റം പറയരുത്. റോക്കി ഓരോ കാര്യങ്ങളും പറയുന്നതിനും അത് ചെയ്യുന്നതിനും ഓരോ ടോണുകളുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ കുപ്പി വിൽക്കാനായിട്ട് 20 ലക്ഷം രൂപ 10 ലക്ഷം രൂപക്കൊക്കെ ഒരു കുപ്പി വിൽക്കുമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു കാര്യം നമ്മുടെ സിജുവിനകത്ത് എടുത്തു പറയുന്നുണ്ട്. ബാക്കി കാണാം, ഇനി കുറച്ചുകൂടിയേ ഉള്ളൂ. വിളിച്ച് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിവരക്കേട് നിർത്തരുത്. പിന്നെ എനിക്ക് പ്രധാനമായിട്ടൊരു അഭ്യർത്ഥന ഉള്ളത്, ഈ വിവരക്കേട് ഈ കുണുവാവക്ക് ആരാണോ പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു മാനേജറോ PA ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ രാജിവെച്ച് പോകരുത്. ഇനിയും ഇതേപോലത്തെ നല്ല നല്ല ഐറ്റംസ് പുറത്തേക്ക് ഇറക്കണം, ഞങ്ങൾക്ക് ചിരിക്കണം. അതുകൊണ്ട് എന്തായാലും മോന്റെ ആ സോറി അങ്ങ് കയ്യിൽ തന്നെ വെച്ചോ. വിവരക്കേടും ബോധമില്ലായ്മയും ഇങ്ങനെ ഈ ഒരു അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നത് കൊണ്ട് അത് ഇനിയും തുടർന്നു പോവുക. പിന്നെ അവിടെ വെച്ച് ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. ആ ഒരു ഷോയ്ക്ക് എപ്പോഴും പാലിക്കേണ്ട ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് അപ്പുറം ഞാനൊരു ഉണ്ടയും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതിനെപ്പറ്റി വേണമെങ്കിൽ വിശദമായിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാം. അപ്പൊ എന്തായാലും മോന്റെ ആ സോറി മോനെടുത്ത് അങ്ങ് മടക്കി വെച്ചേ കേട്ടാടാ കുണുവാവ കുട്ട. അപ്പൊ റോക്കി കുണുവാവ എന്നാണ് നമ്മുടെ സിജോ വിളിച്ചിരിക്കുന്നത്. അപ്പൊ റോക്കിയോട് പറഞ്ഞിരിക്കുന്നത് റോക്കി മാൻഷനിൽ ഫ്രെയിം ചെയ്ത് വെച്ചോ റോക്കി പറഞ്ഞ ആ ഒരു സോറി എന്നാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും വളരെ കോമഡി ആയിട്ട് സിജോനകത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇതിനോടനുബന്ധിച്ച് റോക്കി ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ റോക്കിയുടെ ഒരു മാളില് റോക്കി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഒരു 5-10 ബോഡി ഗാർഡ്സ് എന്ത് കാര്യമുണ്ടെന്ന് എന്തൊക്കെയാലും കുറച്ച് ഷോ പരിപാടി കാണിക്കാനായിരിക്കും. റോക്കി പോകുന്ന സമയത്ത് അവിടെ ഷോപ്പിംഗ് മാളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്ന എല്ലാവരും അവിടെ ഇരുന്ന് അവരവരുടെ പണി ചെയ്യുകയാണ്. എന്നിട്ട് ഇങ്ങോട്ട് നോക്കാത്തവരെ അങ്ങോട്ട് വിളിച്ചിട്ട് റോക്കി ടാറ്റയൊക്കെ കൊടുക്കുന്നു. ആ ഒരു പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടു കാണും. കുറെ ട്രോളന്മാരൊക്കെ എടുത്തത് ട്രോൾ ചെയ്തിട്ടുണ്ട്. റോക്കി 5-8 ബോഡി ഗാർഡ്സിന്റെ ഒപ്പം ഇങ്ങനെ പോകുന്നു. ആ ഒരു സമയത്ത് റോക്കിയെ നോക്കാതെ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങാട് നോക്കിയിട്ട് റോക്കി ടാറ്റ കൊടുത്തു പോകുന്നു. അതൊക്കെ കുറെ ട്രോളന്മാരൊക്കെ എടുത്ത് ട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ സിജോ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും റോക്കി ഇന്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് സിജോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സിജോയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ കാണാം. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ റോക്കി തീർച്ചയായിട്ടും ഒരു വീഡിയോ ആയിട്ട് വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. എന്തൊക്കെയാണെങ്കിലും റോക്കി എത്രത്തോളം ന്യായം ഈ ഒരു കാര്യത്തിൽ കണ്ടെത്താൻ ശ്രമിച്ചാലും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഈ ഒരു സമയത്ത് ബൈ ചാൻസ് ഈ പറയുന്ന സിജോയും റോക്കിയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായില്ലായിരുന്നു എങ്കിൽ ഈ ഒരു സമയത്ത് ബിഗ് ബോസിന്റെ വിന്നർ ആവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് സിജോ ആകുമായിരുന്നു. ആ ഒരു സമയത്ത് സിജോന്റെ ഗെയിം വെച്ചിട്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ റണ്ണറപ്പ് ആവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു റോക്കി. കാരണം ഈ ഒരു ഫിസിക്കൽ അസോൾട്ട് നടക്കുന്ന ബിഗ് ബോസിന്റെ 3ാം ആഴ്ചയിൽ ഏറ്റവും അധികം ജനശ്രദ്ധ നേടിയ, അല്ലെങ്കിൽ ഏറ്റവും അധികം ജനങ്ങൾ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്ന 2 കണ്ടസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ സിജോയും റോക്കിയും. അപ്പൊ അത്രയും വലിയൊരു ഫെയിം ഇല്ലാതാക്കി കളഞ്ഞത് റോക്കി
റോക്കിയാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി സിജോ എന്ന് പറഞ്ഞ വ്യക്തി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു. തൻ്റെ ഫാമിലി, അതുപോലെ തന്നെ തൻ്റെ ആ ഒരു താൻ എന്താണെന്നുള്ളത് ഈ പറയുന്ന ജനങ്ങൾക്ക് മുന്നിൽ പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് സിജോ. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു. വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്ന സിജോ എന്ന പറഞ്ഞ വ്യക്തിയുടെ ഗെയിം നല്ല രീതിയിൽ മോശമാക്കിയതും ബിഗ് ബോസിൽ ഒന്നുമല്ലാതായി പോകാനായിട്ട് സിജോനെ കാരണക്കാരനാക്കി വെച്ചതും എല്ലാവരും ഈ പറഞ്ഞ റോക്കി തന്നെ ആയിരുന്നു. ഈ പറഞ്ഞ ഫിസിക്കൽ അസോൾട്ട് അവിടെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ സിജോ എന്ന് പറഞ്ഞ ഒരു പേരിന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും സിജോന് ഈ ഒരു കാലയളവിൽ സാധിക്കുമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു ഓപ്പറേഷന് വിധേയനായി തൻ്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത്. ബിഗ് ബോസിലെ ആ ഒരു റിയാലിറ്റി ഷോയിലെ ഗെയിം തന്നെ സിജോന്റെ മൈൻഡിൽ നിന്ന് പോയ ഒരു ഫിസിക്കൽ അസോൾട്ട് ആയിരുന്നു അത്. പിന്നീട് ബിഗ് ബോസ് ഹൗസിലേക്ക് സിജോ വന്നെങ്കിലും പണ്ട് കളിച്ചതുപോലെ ഒരു ഗെയിം കളിക്കാനോ ഒന്നും സിജോന് സാധിച്ചില്ല. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ട സമയമാണ് 3, 4, 5 ആഴ്ചകൾ. ഈ ഒരു ആഴ്ചകൾ നമുക്ക് സിജോന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ഒരുപാട് ഫാൻ ബേസ് ഉണ്ടാക്കി നമ്മുടെ ജിൻഡോയും ജാസ്മിനും അർജുനും ആ ഒരു ബിഗ് ബോസ് ഹൗസ് അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് സിജോ വന്ന സമയത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സിജോന് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ്. സിജോൻ അത് പറ്റുമായിരുന്നു, പറ്റില്ല എന്നൊന്നും പറയുന്നില്ല, സിജോൻ അത് സാധിക്കുമായിരുന്നു. പക്ഷേ ചില കൂട്ടുകെട്ടുകളും അതുപോലെ തന്നെ ചില ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെയാണ് സിജോൻ ഇത്തരത്തിലൊരു പ്രശ്നം അവിടെ സംഭവിച്ചത്. എന്തൊക്കെയാണെങ്കിലും സിജോന്റെ ഗെയിം ബിഗ് ബോസ് ഹൗസിൽ ഡീവിയേറ്റ് ആയി പോയതിന് ഏറ്റവും വലിയൊരു കാരണക്കാരൻ റോക്കി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്